തിരുവനന്തപുരം കരമന തളിയലിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. പ്രദേശത്ത് മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായി. രജിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കരമന തളിയിലാണ് ശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര അത് പറന്നു പോയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ ഈ വീടുകളിലാണ്, ഈ തൊട്ടടുത്തായുള്ള 3 വീടുകളുടെ മേൽക്കൂരയാണ് തകർന്ന് ഇരിക്കുന്നത്. അത് കാറ്റത്ത് പറന്നു പോയിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് പറന്നു പോയിരിക്കുന്നു. വലിയൊരു ചുഴലിക്കാറ്റ് പോലെ കാറ്റ് രൂപപ്പെട്ട് അവിടെ ഒരു വലിയ കാറ്റ് വരികയും ഈ മേൽക്കൂര പറത്തിക്കളയുകയുമായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. 3 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ മരം കടപുഴകി വീണും വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ചേരുന്ന ചേച്ചി, എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് ആ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു ഇവിടെ. അടുത്ത വീടുകളൊന്നും ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് വലിയ അപകടം എനിക്കും പറ്റിയിട്ടില്ല എന്നുള്ള സമാധാനിക്കാം. ഒരു എൻഗേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അതിന് പോയിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ് വന്നപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും പോകാണ്ട് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചെറിയ സൗണ്ട് ഉണ്ട് ഫസ്റ്റ്. അപ്പം ഈ കാറ്റടിക്കുമ്പോൾ ഷീറ്റിങ്ങനെ ഇളകുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമാക്കില്ല. അതും വീണ്ടും ഒരു 10 സെക്കൻഡ് ആയില്ല. അതിന് മുന്നേ മൊത്തം മേൽക്കൂരയോടെ ഈ ചോരോടെ ഇടിഞ്ഞ് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പം പേടിച്ച് ആദ്യം ഓടി ഡോർ അടച്ചേക്കൊന്ന് തുറന്നു വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഷീറ്റ്, അടുത്ത വീട് അമ്മയുടെ ഷീറ്റാണ്. അതും ഇത് പോയതിനേക്കാളും സ്പീഡിൽ അത് പോകുന്നുണ്ട്. എന്നിട്ടും ഡോർ അടച്ചിട്ട് വീണ്ടും ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഷീറ്റ് ഇങ്ങനെ ഇത്രയും തീരത്തിലല്ല, ഈ അടുപ്പിച്ചാണ് കിടന്ന് എല്ലാവരും കൂടെ തള്ളി നീക്കി വെച്ചിരിക്കുക. ആ ഷീറ്റ് വന്ന് അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയല്ല. അതിനെല്ലാം പൊട്ടി എങ്ങനെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. മഴ ഇടയ്ക്ക് ഇപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് പെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമാക്കിയിരുന്നില്ല. കാറ്റ് എന്നുള്ളത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ 13 വർഷമായി കല്യാണം ഇവിടെ വന്നിട്ട് ഈ 13 വർഷത്തിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവമാണ്. എനിക്കറിയില്ല ഇതിന് മുമ്പ് പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും. വെള്ളം കയറുന്ന ഒരു പ്രശ്നം, വെള്ളം കയറാറുണ്ട്. വെള്ളം സ്ഥിരം പണ്ട് മുതലേ കയറാറുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞുള്ള അറിവുണ്ട്. ഞാൻ വന്നതിന് ശേഷവും 8-10 പ്രാവശ്യം കയറിയിട്ടുണ്ട്. പ്രളയ സമയത്ത് 6 ദിവസം വെള്ളം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ അറിവിൽ ആദ്യമാണ്. ഇതിന് മുന്നേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ഏറെക്കുറെ ഒരു 10-20 വർഷത്തെ പഴക്കം അങ്ങോട്ടുള്ള വീടുകൾക്കുണ്ട്. ഇത് ഒരു 13 വർഷമായതേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കൗൺസിലറെ അറിയിച്ചിട്ടുണ്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞു. അവർ തിരിച്ച് എത്താൻ ഒരു യോഗത്തിലാണെന്ന് പറഞ്ഞു. എത്തിയോ ഇല്ലയോ എന്നുള്ളത് നിലവിൽ എനിക്കറിയില്ല. ഇതുതന്നെയാണ് ഈ മേൽക്കൂര അത് പറന്നു പോയിരിക്കുകയാണ്. 3 വീടുകളുടെ മേൽക്കൂര തൊട്ടടുത്ത് തന്നെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത് മേൽക്കൂര കാറ്റ് ഉയർത്തിക്കൊണ്ട് പോയതാണ്. വളരെ ദൂരത്തേക്കൊക്കെ കാറ്റ് ഉയർത്തിക്കൊണ്ട് പോയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്തടുത്തുള്ള 3 വീടുകളുടെ മേൽക്കൂരകളാണ് ഈ കാറ്റിൽ തകർന്നത്. ഒപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലൊക്കെ അത് മരം കടപുഴകി വീണും ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു കാറ്റായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത്. ഏകദേശം 2 മണിയോട് കൂടി ആണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ വലിയൊരു മഴയും ആ സമയത്തുണ്ടായിരുന്നു. ആ കാറ്റോടുകൂടി ഈ 3 വീടുകൾക്കാണ് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത്ര കണ്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഇനി വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ സന്ധ്യയാവുകയാണ്. ഇനി എവിടെ ഇവർ അന്തി ഉറങ്ങും എന്നത് സംബന്ധിച്ചും ഒരു വിവരവും അവർക്ക് ഇല്ല എന്നത് തന്നെയാണ്. കൗൺസിലർ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇനി അത് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു നാശനഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. മേൽക്കൂര അത് പൂർണ്ണമായും തകർന്ന് അടുത്ത സ്ഥലത്തേക്ക് പറന്നു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ട്, ഇവിടെ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരുന്നാൽ തന്നെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോയതിനാൽ തന്നെ മറ്റാളുകൾക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.